സുഖം. മൈക്കണതേ മൈക്ക് എടുത്തോ? അതുമ്മന്ന് ഇട്ടിട്ട് വേണം. കണ്ണനൊക്കെ പന്തപ്പണിയിലാണ്. ഹായ് 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 ജയമാർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ ദിവസം, ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ആ കാണുന്നുണ്ട്. രാവിലത്തെ നല്ല മഴയൊക്കെ, രാവിലെ നല്ല മഴ, രാവിലെ രാത്രിയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓണൊക്കെ ആവാറായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ പൂത്ത് തുടങ്ങി. വെള്ളം കാട്ടിയ വെള്ളം വെക്കണമെങ്കിൽ ആദ്യം കയ്യിൽ കുറച്ച് സാധനങ്ങൾ. ഇന്ന് സ്കൂൾക്ക് പോയിട്ടില്ലല്ലേ? ചൂടുവെള്ളം. ഓക്കെ. ഇതെന്തതില് ജീരകോ? ഞാൻ യാ ഡാഡിയോ എന്തോ പാട്ടാണ് പോലോ. ഡാഡി പറഞ്ഞ ഇന്നലെ നമ്മൾ പറഞ്ഞ പ്രകാരം നമ്മൾ നേരത്തെ ഇറങ്ങാം എന്നുള്ളതായിരുന്നു തീരുമാനം. ഓക്കെ, നേരത്തെ തന്നെയാണ് ഇന്ന് ഇറങ്ങുന്നതൊക്കെ. പക്ഷേങ്കില് 10:30 അല്ലാതെ തന്നെ ഉള്ളു, 9:30 ആയിട്ടുണ്ട്. എത്ര അങ്ങോട്ട് നമ്മൾ നേരത്തേക്ക് ശ്രമിച്ചിട്ടും നമുക്ക് ആ ഒരു കാര്യമായ രീതിയിലുള്ള ഒരു പിടുത്തത്തേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അതായത് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് നേരം വൈകി. കാരണം എന്താ, നമ്മൾ നേരം വൈകിയാണ് ഉറങ്ങുന്നത്. രാത്രി വീട്ടിലെത്തി നേരം വൈകിട്ടാണ് ഉറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറക്കം മുഴുവനാവുമ്പോഴേക്ക് ഈ നേരം ആവുകയാണ്. ഉറക്കം ഉറങ്ങി എണീറ്റ് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് ഈ നേരം ആവുകയാണ്. എന്തൊരു കോണി വണ്ടി. അതിനാ കോണി ഇങ്ങോട്ട് തെറ്റിയാ നിക്കണ്. കോണി കുറച്ചിങ്ങോട്ട് തെറ്റി നിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാസ്സായി പോരാനേ ബുദ്ധിമുട്ട്. ചങ്ങന്മാരെ കൈനീട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടാ. 30 രൂപ. ഒരു സ്കൂൾ പയ്യനാണ്. അപ്പൊ ഞാന് അവനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോന്നപ്പോ അവൻ കൈ കാണിച്ചു. നാട്ടിൽ നിന്ന് പറഞ്ഞാൽ എന്റെ നാട് കഴിഞ്ഞിട്ടാണ്, എനിക്കറിയില്ല ആരുടെ മകനാണെന്നുള്ളത്. ഏതായാലും അവന് കൈ കാണിച്ചിട്ട് അവൻ പറഞ്ഞു സ്കൂളിന്റെ അവിടേക്ക് ഹെൽത്ത് ക്ലബിന്റെ അവിടേക്ക് കയറും. ഇപ്പൊ ഇവിടെ തന്നെ ഹെൽത്ത് ക്ലബ്ബ് അറിയണം. അങ്ങനെയെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. പക്ഷേങ്കില് 30 രൂപ പറഞ്ഞപ്പോ അവനൊരു എന്താ പറയാ, അവൻ അത്ര പ്രതീക്ഷിക്കാത്തത് പോലൊരു ആറ്റിറ്റ്യൂഡാണ് അവനെ കണ്ടപ്പോ തോന്നിയത്. ഒരു 30 രൂപ അവൻ പ്രതീക്ഷിച്ചത് എത്രയാണാവും. പക്ഷേങ്കിൽ അവൻ എന്നോട് പറയണമൊന്നുമില്ല. അവന്റെ കയ്യിലുള്ള 10-20 ഉള്ളിപ്പുറക്കി തന്നപ്പോ ഒരു വിഷമം. ഹൈഫ കാളികാവിലേക്ക് പോകുന്നൊരു ബസ്സാണ്. അപ്പൊ ഞാനും മുന്നിലാട്ടാ. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പടം ഞാനാണ് നയിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ആരെങ്കിലൊക്കെ ഇങ്ങനെ വരികയാണെങ്കിലേ, പക്ഷേ ഈ ബസ്സുകൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ആരും തന്നെ ഇല്ല. പുതുതായിട്ട് ആരെങ്കിലൊക്കെ വന്നിട്ട് വേണം. താത്ത കുട്ടികളും വരുന്നുണ്ട്. പക്ഷെങ്കിൽ അതിലൊക്കെ വണ്ടി ഉണ്ട്. അവിടെ ഒന്നും അവർ നിൽക്കാതെ ഇങ്ങനെ വരിക തന്നെയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളെ സ്റ്റാൻഡിൽ തന്നെ വണ്ടി വിളിച്ച് ശീലിച്ച ആളുകളുണ്ടാവും. അങ്ങനത്തെവരാണെങ്കിൽ നമ്മളിവിടെ വന്ന് തന്നെ വിളിക്കുള്ളൂ. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവർ സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ചെങ്ങന്മാരെ രണ്ടാമത്തെ ട്രിപ്പ് ഒരു 50 രൂപയുടെ ട്രിപ്പ് ആയിരുന്നു കേട്ടോ. ഇത് മുമ്പ് ഞാൻ ക്യാമ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വന്നിരുന്നൊരു സ്ഥലമായിരുന്നു. കുറെ ആയി ഇപ്പൊ ഇവിടെയൊക്കെ വന്നൊന്ന് ക്യാമ്പ് ചെയ്തിട്ട്. ഇവിടെ വന്നൊന്ന് ക്യാമ്പ് ചെയ്യണം. ഇവിടെ വേറെ നമ്മൾ കിടന്നോടെ തന്നെ കിടക്കണ്ടല്ലോ എഴുതിയിട്ടാണ് വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലം കിട്ടണം. ഈ റോഡിലല്ല കേട്ടോ. ഇവിടെ ഒരു മലയുണ്ട്. ആ ഒരു മലമലായിരുന്നു നമ്മൾ ക്യാമ്പ് ചെയ്തത്. ആ മല എന്ന് പറയുമ്പോഴേക്ക് ആ മേലേക്ക് റബ്ബറിന്റെ ഒക്കെ മേൽ ഭാഗത്തേക്കായിട്ട് വരും. നാട്ടിക്ക് ഒരു ലോക്കിൽ വന്നു 30 റുപ്യ. കറക്റ്റ് 30. മൂന്നാമത്തെ ട്രിപ്പാട്ടോ നമ്മളത്. കൂട്ടാൻ സുഖം. അപ്പൊ അതെല്ലാം പാക്കാനല്ലോ. 3 ട്രിപ്പാ പോയത്. അതിലൊന്ന് 2 30, 1 50. ഓക്കെ, 2 30, 1 50 ആവുമ്പോൾ 110 രൂപയ്ക്കാണ് നമ്മൾ ഓടിയിട്ടുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, നമ്മളെ ചെക്കൻ ഗൾഫിൽ നിന്ന് വന്നിക്കണ്. അപ്പൊ ഓന് ഇവിടെ എവിടെ നിൽക്കണ്ട. അപ്പൊ അവനെ ഒന്ന് പൊക്കട്ടെ. ആബിദ് വരൂ. മാഡം
മേഡത്തിന് പൈസ കൊടുത്തിട്ട് കൊറേ ആയിട്ടോ. തേങ്ങ അഭി എത്തിക്കണ്. ഇവനങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എനിക്ക് ഓർമ്മല്ല. അതെ അതാൾക്കാര് മറന്നിട്ടുണ്ടാവില്ല. ഉള്ളി ചിക്കന്. അപ്പൊ ചെക്കനെ എത്തിയിട്ടുണ്ട്. ചെക്കനെ കൂടെ ഇങ്ങനെ കറങ്ങാണ് നൈസായിട്ട് ഇങ്ങനെ അങ്ങാടി കൂടെ. അന്റെ വണ്ടി ഉണ്ടോ? വണ്ടിയില്ല. എന്നിട്ട് എന്തൊക്കെയാ വർത്താനം? മൈക്ക് എടുത്തോ? എല്ലാ സെറ്റപ്പിലാണ് പോലൊന്നല്ല. അപ്പൊ ഓക്കെയാണ്. എത്ര ഒരു മാസത്തെ ലീവാ. അതിൽ തന്നെ ഇപ്പൊ ഒരു മാസത്തെ ലീവിനാണ് ചെക്കൻ വന്നിക്കണാടാ. 25 ദിവസം കഴിഞ്ഞാൽ ചെല്ലാൻ പറഞ്ഞേക്കും. 25 ദിവസം കഴിഞ്ഞാൽ കറക്റ്റ് 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്ററിന് ഒരു 50 മീറ്റർ കൂടി പോയ 1.5 കിലോമീറ്റർ കറക്റ്റ് ആയി. അങ്ങനത്തെ ഒരു ഏരിയക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഇപ്പൊ നമുക്ക് 30 മേടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. 30 മേടിച്ചു. ഇപ്പൊ റിട്ടേൺ പൊക്കോണ്ടിരിക്കുന്നു. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 12:50 12:50 എന്ന് പറയുമ്പോ 1 മണി നേരമായി. അതായത് 4-ാമത്തെ 5-ാമത്തെ ലോക്കലെറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇന്നും തന്നെ നമ്മൾക്ക് ഓടുന്നത് എത്ര എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഭായിമാർക്കും പോയിക്കണെങ്കിൽ ഇപ്പൊ കൂലിയായി കണ്ട. ഈ കുടിച്ചിട്ട് കണ്ട. ഓലപ്പം പോയിണ്ടെങ്കില് 1000 റുപ്യ കൂലി കിട്ടിയിരുന്നപ്പോ. ഓല നയിപ്പ് നമ്മക്കില്ല. നമ്മളെ നയിപ്പ് അല്ല ഓലത് നയിച്ചണം. നയിച്ചണം. ലോഡ് എടുക്കണം. അതൊക്കെ കയറ്റണം. കോൺക്രീറ്റ് ആണ് കൂട്ടണം. അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അപ്പൊ അനുസരിച്ച് കൂലി ഉണ്ടാവും. മഴ വെയിലൊക്കെ കൊള്ളണം. അതാ എന്തൊക്കെയായാലും അതൊക്കെ കൊള്ളതൊക്കെ ചെയ്താലും 1000 റുപ്യ കൂലി ഈ നേരാവുമ്പേക്ക് 1 മണിയല്ലേ ആയിട്ടുള്ളൂ. ഇപ്പൊ വാർപ്പും പണിക്ക് ഇപ്പൊ എത്ര കൂലിയല്ല കേട്ടോ. മുമ്പ് ഞാനൊക്കെ പോയിരുന്ന സമയത്ത് 600 റുപ്യ. 600 റുപ്യാണ് വാർപ്പിന് കൂലി. അതൊരു ഫിക്സഡ് റേറ്റാ. അതിന് വൈകുന്നേരം വരെ എടുത്താലും 600, ഉച്ച വരെ എടുത്താലും 600, 10 മണി വരെ എടുത്താലും 600. ഇപ്പൊ സമയം എന്ന് പറയുന്നത് കറക്റ്റ് 12:54. എപ്പോഴാണ് നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുന്നതെന്ന് നോക്കാം. മുന്നിക്ക് എത്തിയിട്ട് കിട്ടണമെങ്കിൽ ടൈം ഒരുപാട് കിട്ടും. അതിന്റെ ഇടയിൽ കിട്ടുമെങ്കിൽ നോക്കാം നമുക്ക് അടുത്ത ട്രിപ്പ് എപ്പോഴാണ് കിട്ടും. നമ്മളാ ഷോർട്ട് കട്ടാക്കി അപ്പൊ തന്നെ കിട്ടി. ഇപ്പൊ 12:55 30 റുപ്യന്റെ ലോക്കല്. വളരെ തൊട്ടടുത്തേക്ക് തന്നെ ഒരു 100-300 മീറ്റർ. ഇവിടെ ലോഡിങ്ങാര് നാളികേരം ഇറക്കുന്നുണ്ട് മലഞ്ചരക്ക് കടയിൽ. റെക്കോർഡിങ് ആട്ടോ. കണ്ണാശുപത്രിയിലാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് 2-ാമത് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോ അപ്പൊ തന്നെ അടുത്തൊരു ട്രിപ്പ്. വീട് വണ്ടൂരാണ്. അമ്മ ഉണ്ട്, അച്ഛനില്ല. കല്യാണം കഴിഞ്ഞു. എനിക്കൊരു കുട്ടിയുണ്ട്. പെൺകുട്ടിയാണ്. അതുമ്മന്ന് കിട്ടിട്ട് വേണം. വേറെ അങ്ങനെ റബ്ബർ വെട്ടാനോ അല്ലെങ്കിൽ നമ്മളടുത്തൊന്നും വേറെ ഒന്നുമില്ല. വെട്ടാൻ പോകണമില്ല. ആ പണി നമ്മക്ക് അറിയില്ല. അമ്മ പോകുന്നുണ്ട്. അമ്മ തൊഴിലുറപ്പിനൊക്കെ ഇങ്ങനെ വലിയ പണിയൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. പ്രായമായി തുടങ്ങി. അച്ഛൻ ഏതായാലും അടിപൊളിയാണ് കേട്ടാ. നന്നായിട്ട് സംസാരിക്കുന്ന ഒരു അമ്മയാണ്. അതായത് അമ്മയോടൊപ്പം അമ്മേന്റെ പേരക്കുട്ടിയുണ്ട്. അവരെന്താ കണ്ണാശുപത്രിയിലേക്ക് വന്നതാണ്. അപ്പൊ ഞാൻ റിട്ടേൺ തിരിച്ചു പോവുകയാണ്. എന്നോട് ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ അങ്ങനെ ഒന്ന് ഭക്ഷണം മേടിക്കാൻ വേണ്ടിട്ട് ഹോട്ടലിൽ നിർത്തിയതാണ്. അപ്പൊ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഞാനിങ്ങനെയൊക്കെ കേട്ടോ. ഞാൻ നന്നായിട്ട് വർത്താനൊക്കെ പറയുന്ന ഒരാളാണ്. ഒന്നും കരുതണ്ടെന്നൊക്കെ പറഞ്ഞു എന്നോട്. 110 രൂപയുടെ ട്രിപ്പ് പറഞ്ഞു. ആ പുല്ലും കൂടെ പോയിക്കോട്ടല്ലേ. പുല്ല് പോട്ടെ. അതുകൊണ്ട് എന്തായി മൂപ്പര മുഖത്ത് നല്ലൊരു ചിരി കിട്ടി നമുക്ക്. അപ്പൊ അങ്ങനെ 110 രൂപയുടെ ട്രിപ്പ് ഇന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ട്രിപ്പാണ് ഈ ഒരു ട്രിപ്പ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 1:15. ഞാൻ നേരത്തെ ഒരു ഡയലോഗ് വായിച്ചിരുന്നത് ഇത്രയും സമയമായി ചെങ്ങൈമാരെ ഒരു ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അത് നടക്കാതെ എനിക്ക് അപ്പപ്പ ട്രിപ്പുകൾ കിട്ടി. 2 വട്ടം അങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഒരു ലോക്കലും കൂടി എടുത്തിട്ട് നമുക്ക് തിരിയാം. ലൈനിക്ക് എത്തിയപ്പം മഴ ആകെ നനഞ്ഞോടെ. സീറ്റൊക്കെ അതൊക്കെ തുടക്കണേന്നല്ല വിഷയം. ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആണിത്. അപ്പോൾ ആ ഒരു ഓപ്പൺ ഏരിയന്ന് കാറ്റ് ഇങ്ങനെ നന്നായിട്ട് വരും. അപ്പൊ അതിന്റെ കൂടെ തുള്ളികളും ചോറും.
മഴ അങ്ങനെയാവോ കാറ്റുണ്ടെങ്കിൽ ഇങ്ങനെ ഞാനും തന്നെ ഒന്ന് ഇങ്ങനെ കരുതിയിരുന്നു നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത്. അതായത് നിംസ് ഹോസ്പിറ്റലിലേക്ക് എന്നും കിട്ടണതാണ്. ഇന്ന് ഈ നേരം വരെ കിട്ടിയില്ല. അപ്പൊ ഇപ്പൊ കിട്ടിയിട്ടാ. ഇപ്പൊ സമയം എന്ന് പറയുന്നത് കറക്റ്റ് 2 മണി. അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ല. മൊബൈലിൽ നോക്കുമ്പോ 2:00 ആണുള്ളത് സമയം. നേരെ വീട്ടിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാം. ഓട്ടിയേക്കാ അരി എത്ര? അരി അരി ഏതാക്കണേ നമ്മള്? അരി എങ്ങനെ വില? നല്ല സിൽക്കി പൊന്നി സിൽക്കിക്ക് 34 രൂപ. അത് മതി. ഒരു 10 കിലോ 34 ഉറുപ്പ്യൻ്റെ അരി പൊന്നി സിൽക്കി 10 കിലോ. ചങ്ങന്മാരെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പത്തേക്കടെ അച്ഛക്ക് ചോറ് എടുക്കുന്നത് അല്ലേ? ഞാൻ ടി വി ആണ്. ഇങ്ങനെ ഇതാക്കുമ്പോ ടി വി ഇങ്ങനെ മിന്നാറുണ്ടാകും. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ ടി വി ഇങ്ങനെ മിന്നാറുണ്ടാവും. അവര് ചോദിക്കുന്ന അച്ഛക്ക് ഞാൻ എന്താ വീട്ടിൽ ഞാൻ എന്തായിരുന്നു സ്കൂളിൽ പോകാത്തെ? അത് ജലദോഷമായിട്ടാണ് പോകാത്ത. അച്ഛനുണ്ട് പറ കുലുക്കുയിന്ന് കയ്യേക്കാണേ ചോറിനണ്ടേ. ചോറ് സാമ്പാറുണ്ട്, സാമ്പാറ്, മീന്, പയറുപ്പേരി, ചോറ്, വെള്ളമുണ്ട്. ഇത് ഉച്ചക്കുള്ളതാണ് അല്ലേ? ചോറിനോ? 3:45 എപ്പോഴാ ഇറങ്ങിയത്? 2:45. ലൈനിൽ കയറാണ്. ലൈനിലിപ്പോ കയറുന്നുള്ളൂ. ഉച്ചവരെ നമ്മള് എന്താ പറയാ, ഉച്ചവരെ ഞാൻ 320 രൂപയ്ക്കാണ് ഓടിയിട്ടുള്ളത്. 320 രൂപ ഉച്ചവരെ. മോശമാണ്. സമയം 3 മണി കേട്ടാ. 3 മണി ആയപ്പോഴേക്ക് നമ്മൾക്ക് നാട്ടിലേക്ക് ഒരു ലോക്കൽ കിട്ടിയിട്ടുണ്ട്. 40 രൂപ. 40 രൂപ കിട്ടി. ഉച്ചയ്ക്ക് ശേഷം അധികം എനിക്ക് നാട്ടിൽ തന്നെ കിട്ടുക. ഒരു 4-5 മണി വരെയൊക്കെ നാടന്നെ ആയിരിക്കും അധികം ഉണ്ടാവുക. കാരണം ചെക്കന്മാർ ഞാൻ പറഞ്ഞ പോലെ പണി കയറി വരും, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്നവര്. അങ്ങനെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തന്നെ കൊണ്ടുവരുന്ന ഒരുപാട് പേരുണ്ട്. മുന്നിലാണ്. അപ്പൊ അവിടെ ഒരു 1, 2, 3, 4, 5 ചെക്കന്മാരെ കാണാം, പിള്ളേരെ. ഒരു സ്കൂള് വിട്ടിട്ട് അവരിങ്ങനെ ലിഫ്റ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. ബൈക്കുകാരെ കൈ കാണിക്കുന്നുണ്ട് അവര്, കാറുകാരെ കൈ കാണിക്കുന്നുണ്ട് അവര്. വാണിയമ്പല ഭാഗത്തേക്കാണ് അവർക്ക് പോവേണ്ടത്. ആ ഒരു ഭാഗത്തേക്കാണ് അവർ ചോദിക്കണം, വാണിയമ്പലത്തേക്കാണോ എന്നുള്ളത്. ബസ് വരുന്നുണ്ട്, ബസ്സിലൊന്നും അവര് കയറുന്നില്ല. ഇനിയിപ്പോ ഈ വരുന്ന ബസ്, ഇനിയിപ്പോ ഒരു ബസ് അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷെങ്കിൽ അത് വാണിയമ്പലത്തേക്കല്ല. ഈ ബസ് 40 റുപ്യ മഷിയുള്ള നോട്ടാണ്. ചിലപ്പോ പോവും, ചിലപ്പോ പോവില്ല. അങ്ങനെ പോവാത്തതാണ് നമ്മൾ പെട്രോൾ പമ്പിൽ പറഞ്ഞിട്ട് കൊടുക്കും. പറഞ്ഞിട്ട് ഇങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ട് കൊടുക്കും. അവരെടുക്കുവാണെങ്കിൽ ഓക്കെ, ഇല്ലാന്നാണെങ്കിൽ നമ്മളുടെ തടിമ കൊടുങ്ങും. ഏതായാലും ഞാന് ചെക്കന്മാര് വീട്ടിക്ക് പോവാനുള്ള ആ ഒരു ലിഫ്റ്റ് അടി കാര്യങ്ങളൊക്കെ നിന്ന് അവരെ ഒന്ന് വാച്ച് ചെയ്ത്, അവരെ മാത്രല്ല നമ്മളവിടെ നിൽക്കുമ്പോ പല തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. പല തരത്തില് ചില ആളുകൾ കരുതുന്നത് നമ്മളിതൊന്നും കാണുന്നില്ല എന്നാണ്. കണ്ണുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ടൊക്കെ സിഗ്നലുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പല ജാതി സിഗ്നലുകൾ നമുക്ക് അക്കരക്കും ഇക്കരക്കും കാണാൻ വേണ്ടി പറ്റാറുണ്ട്. ഇവര് കരുതുന്നത് ഞങ്ങളിതൊന്നും കാണല്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാഴ്ച കാര്യങ്ങൾ അവിടെ കാണും. അപ്പൊ അങ്ങനെ അവരെ നോക്കി നിന്നപ്പോ കിട്ടിയ 40 റുപ്യന്റെ ട്രിപ്പാണിത് എന്ന് പറയാം. ഇവിടെ നല്ല പേരക്ക ഉണ്ട്, നല്ല തമിഴ്നാടൻ പേരക്ക. അത് പേരക്ക എത്ര? 120 1 കിലോന്? എന്നാ 1 കിലോ. നല്ലത് നോക്കി തരി, നല്ല പഴുത്തതേ. ആണേ? ഇപ്പൊ വന്ന ഫ്രഷ് ആണല്ലേ? ഒരു കത്തി ഉണ്ടോ? കത്തി ഉണ്ട് നിങ്ങളുടെ അടുത്ത്? കത്തി കത്തി വേണ്ട, മുറിച്ചാനാണ്. നിങ്ങൾ 1 കിലോ തൂക്കിയാ?
സംഭവം നമുക്ക് സാമ്പിളായിട്ടൊന്നും തോന്നുന്നു. ആട്ടത്തിനോട്ട് ആഹാ അടിപൊളി കേട്ടോ. ഓക്കെ അങ്ങോ സംഭവം സാധനം സാറാ. നല്ല മധുരം. വൈറ്റ് ആണേ. പിന്നെ എന്നോട് പറയും പേരക്ക കണ്ട വാങ്ങിക്കൊള്ളു. ഒരു കടയില് വേറെ സൈസ് പേരക്കുണ്ട്, തൊലി കൂടുതലാണ്. കയമ്പും കൂടുതൽ തന്നെ, പക്ഷെ ഈ ഒരു ടേസ്റ്റ് അല്ലതാണ്. അപ്പൊ ഇത് നല്ല കുപ്പായൊക്കെ വരുന്ന സമയം 5:05 ഒരു 3-4 ലോക്കല് പോയി. ഇപ്പൊ ഉള്ളത് വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വാണിയമ്പലത്താണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനും കാര്യമൊക്കെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ പറയുന്നതാണ്. വാണിയമ്പലത്തേക്ക് ഒരു ദിവസം ഒരു ട്രിപ്പേജ് കിട്ടാതിരിക്കാറില്ല. എന്നാൽ കിട്ടാത്ത ദിവസം ഉണ്ടാവലുണ്ട് കേട്ടോ, ഇല്ല ഞാൻ പറയുന്നില്ല. എന്തായാലും ഇപ്പൊ വാണിയമ്പലത്തേക്ക് വന്നിട്ട് വാണിയമ്പലത്തിന് റിട്ടം പൊക്കോണ്ടിരിക്കുവാണ്. ഇതിന്റെ ഇടയ്ക്ക് 1-2 ലോക്കലുകളൊക്കെ പോയി. അങ്ങനെ ലോക്കലുകള് ആയിട്ട് അങ്ങനെ പോണ്. കാര്യപ്പെട്ടതൊന്നുമില്ല. നല്ല കാറ്റൊക്കെ അടിച്ചിരുന്നു കുറച്ച് നേരത്തെ. മഴ ഇങ്ങനെ നല്ല രീതിയിൽ വന്നിരുന്നു, പക്ഷെ ആ മഴ പെയ്തില്ല. പെയ്യാതെ കാറ്റ് കൊണ്ടുപോയി. നമുക്കൊരു നേപ്പാൾ സുഹൃത്തിനെയാണ് കിട്ടിയത്, നവീണ്. പക്ഷെ ഞാൻ അപ്പൊ വീഡിയോ ഓണാക്കാൻ വേണ്ടിട്ടേ മറന്നുപോയി. അപ്പൊ അവര് സ്കൂട്ടിയും കയറ്റില്ല. അപ്പൊ ഈ നവീൺ എന്ന് പറയുന്ന ഈ പയ്യണ്ടല്ല, അവൻ നമ്മൾക്ക് ഇങ്ങോട്ട് 40 രൂപയുള്ളൂ. അവൻ 50 റുപ്യ വന്നിട്ട് ചോട്ടോ വെച്ചോന്നാണ് അവൻ അതിന്റെ അർത്ഥം. ആണ് അല്ലോ, അവൻ എനിക്ക് തന്നതാ 10 റുപ്യ ടിപ്പ്. കേട്ടക്കട്ട കുതിരപ്പവൻ. അവൻ നേപ്പാളാണെന്ന് പറഞ്ഞപ്പോഴേ, നമ്മൾ അടുത്ത യാത്രയിൽ നമ്മൾ പറ്റുമെങ്കിൽ നേപ്പാളൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനോട് നേപ്പാളത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, നമുക്ക് ഹിന്ദി നമ്മൾ യാത്ര ചെയ്തിട്ട് പഠിച്ചതാട്ടോ. എന്റെ കയ്യിലുള്ള എനിക്ക് അറിവുള്ള ഹിന്ദി അതിനിപ്പോ ചെറുതാണെങ്കിൽ പോലും അത് ഞാൻ യാത്ര ചെയ്ത് പഠിച്ചിട്ടാണ്. എനിക്ക് വല്ലാതൊന്നും അറിയില്ല ഹിന്ദി, എനിക്ക് അറിയില്ല തന്നെ പറയാം. വളരെ തോടാ. അപ്പൊ അത് വെച്ച് ഞാൻ അവനോട് കുറെ നേരം സംസാരിച്ച്, അവനും തന്നെ ഇങ്ങോട്ട് അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയാ, നേപ്പാൾ എന്ന് പറയുമ്പോ ഇന്ത്യ എന്ന് പറയുമ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന് കുറച്ച് ഇംഗ്ലീഷും കൂടി കലർത്തും ഓന് സംസാരിക്കുമ്പോൾ. നേപ്പാൾ ഇന്ത്യ ലവ് എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെയാണ് പറയും. അങ്ങനെ തന്നെയാണ് നമ്മളെ യാത്രികരൊക്കെ പോയി വരുമ്പോ പറയാറ് അല്ലെ. നേപ്പാള് ഇന്ത്യയുടെ നേപ്പാളുകാർക്ക് ഇന്ത്യ അല്ലെങ്കിൽ പ്രത്യേകം KL വണ്ടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകം അറിയുന്നതാണ് കേരളമാണെന്നുള്ളത്. അവർക്ക് പ്രത്യേക ഇഷ്ടമാണ് പോലെ. അറിയില്ല കേട്ടോ, നമ്മൾ പോയി നോക്കിയിട്ടില്ല. പോയ ആളുകളുടെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. എന്തൊക്കെയാലും നമ്മൾക്ക് പറ്റുവാണെങ്കിൽ, നമ്മൾക്ക് വിധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം നമ്മൾ നേപ്പാളും കയറിയിരിക്കും. ആ ഒരു വിധി, നമ്മളുടെ വിധി നമ്മുടെ തീരുമാനമുണ്ട്. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നിൽക്കുവാണ്. തീർച്ചയായിട്ടും സാധ്യമാട്ടെ തീർന്നു. 6:40 സമയം കേട്ടാ. 6:40 നാട്ടിലേക്ക് നമ്മളുടെ ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ വേണ്ടി, എന്റെ ഫ്രണ്ടിനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അവൻ ഇപ്പോഴാ പണി കയറി വരുന്നത്. 6:40 ഈ നേരം വരെ ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ലോക്കലും കൂടി എടുത്തിരുന്നതിന് മുമ്പായിട്ട്. അപ്പോ ഒരു ട്രിപ്പും കൂടി പോവാ. നാളെ ഒരു ബർത്ത്ഡേ ഉണ്ട് നമ്മളുടെ നാട്ടില്, അയലൊക്കത്തെ. അപ്പൊ ആ ഒരു വീട്ടിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, പക്ഷെ നാളെ ഒരു 150 ആളെ പരിപാടിയൊക്കെ ഉണ്ടോട്ട്. അങ്ങനെയെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് പോയി തല ആക്കിയിട്ട് പോവാറുണ്ട്. ചെങ്ങന്മാരെ നാട്ടിക്കേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മളുടെ എന്താ പറയാ ബർത്ത്ഡേക്കുള്ള സാധനങ്ങൾ ഏറെക്കുറെയൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഇത് അവിടെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം. വീട് വരെ വണ്ടി പോവുകയില്ല, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പൊ എന്ത് കാട്ടണം, വീടിന്റെ പടിക്കൽ വരെ പോകണം. കഴിഞ്ഞ ദിവസം നമ്മളുടെ വീഡിയോ എഡിറ്റ് ചെയ്തത് വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. സാധാരണ ഞാൻ എഡിറ്റ് ചെയ്യണ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് അപ്പൊ തോന്നിയില്ല, റെൻഡർ ചെയ്ത് പിന്നെ എനിക്ക് തോന്നിയത്, അതായത് എക്സ്പോർട്ട് ചെയ്താണ്ട തോന്നിയത്. ഏതായാലും
അതൊരു ബുദ്ധിമുട്ടായി. ഞാൻ നോക്കട്ടെ, അത് ഞാൻ ഒരു പഠിക്കേണ്ടായി. ഞാൻ ഞങ്ങളുടെ മാർക്കറ്റ് റോഡിനാണ്. മാർക്കറ്റ് റോട്ടിൽ നമുക്ക് എന്താ വെച്ചാല് ചിക്കനും കൂടി കിട്ടണം ആ വീട്ടില്. അപ്പൊ ആ ചിക്കൻ ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. എന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഓല ആരിലൊക്കെ ഉണ്ടാവും. ഓല നോക്കുക, ചിക്കൻ കയറ്റുക, കൊണ്ടുപോവുക. ഇവിടെ അവിടെ ഉണ്ട്. ആളെ കണ്ടു. ഇത് ഞങ്ങളെ മാർക്കറ്റ് എന്ന് പറയാൻ കാരണം പണ്ട് ചിക്കനും മീനൊക്കെ ഈ ഒരു സൈഡിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. 8 മണിയായപ്പോ അങ്ങാടിയോട് കാലിയായിട്ടാ. 8 മണി വരെയൊക്കെയുള്ള ആളുകൾ ഇപ്പൊ ഇല്ലാതെ മഴ ആയി കഴിഞ്ഞാൽ ആളുകൾ നിൽക്കൂലല്ലോ. വേഗം വീടാണ് ഞാൻ നോക്കും. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ. ഇത് നിങ്ങൾക്ക് കജ്ജാത്തതാണാ? അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് കജ്ജ ചാടിച്ചാൻ തന്നെ പാടില്ല കേട്ടോ. വേണ്ട അത് ചാടി കഴിഞ്ഞാ പിന്നെ പറ്റൂല. അതാണ് ഇറച്ചിയില് മണ്ണായാലേ. ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. ഞാൻ അവിടെ കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ താട്ടം വിളിച്ചു. അല്ല, ഇത് നാളേക്കേ അല്ല ചിക്കൻ ആക്കണേ. പൊട്ടിയാടെ കിടക്കും. പറയാ ആരാണേ? കണ്ണനൊക്കെ പന്തപ്പണിയിലാണ്. പന്തപ്പണിയിൽ എല്ലാ പുഴയിൽ മാത്രല്ല എല്ലായിടത്തും ഉണ്ടാവും. അവിടെ രമേശും ഉണ്ട് അവിടെ പന്തപ്പണിയിൽ. പിന്നെ പ്രസാദ് അവിടെ വലിച്ചു കെട്ടറാ ഏമാര. അപ്പം അങ്ങാടിക്കോക്ക് നടന്നിട്ടില്ല. ചിക്കൻ കേൾക്കാണ്ട് ഞാനും കണ്ണനും ചിക്കൻ കേൾക്കാനുള്ള പരിപാടിയാണ്. ഈ കൊട്ട കാരണം ഈ കൊട്ടമ്മ മണ്ണാക്കണ്ട. ഇപ്പം തന്നെ എവിടേക്കല്ലേ ആ ഭാഗത്തേക്ക് വെച്ചോ. ആ ലൈറ്റ് കേക്ക് ലൈറ്റ് ഉണ്ടായിക്കോട്ടെ. കണ്ണാണല്ലോ അവിടെ. അവിടെ ചോ അതൊക്കെ ഇടുമ്പോൾ തന്നെ വെള്ളം പോലെ. ഓക്കെ എന്നാ വെള്ളം നിർത്തോ. അല്ലാതെ കേട്ടോ, അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. അയ്യവാ അങ്ങനെ എടുത്തോ. അങ്ങനെ തന്നെ എടുക്കല്. പൊന്തിച്ച് മേലേക്ക് ഒന്നായിട്ട് ഉറക്കുന്നാണ്ട വെറുതെ വെള്ളം കളയണ്ട. അടിച്ച് വെച്ചത് ഈ കര നാളേക്കുള്ളു. ഇതിലെ തലയിൽ കൂടെ വെള്ളം ചോർട്ടോ. ഫുള്ളാണെങ്കിൽ 150 പരിപാടിയാണ്. അതിക്കുള്ള ചിക്കനാണ്. ഞാൻ ശരിക്കും കാണിക്കാത്ത. ഇതിൽ എന്താ വെച്ചാൽ ബ്ലഡ് കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. ശരിക്കൊന്ന് കേക്കിട്ട് എടുക്കട്ടെ കേട്ടാ. ഓക്കെ. അങ്ങനെ ഞാൻ വീട്ടിലാണ്. ചിക്കൻ കേക്കിൽ അങ്ങനെ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടേക്ക് ടൗണിലേക്കൊന്ന് പോകണം. ഒരു സാധനം എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം. ഞാൻ പറഞ്ഞില്ലേ, അവന് പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഇന്ന് ഓടിയിട്ടുള്ളത് ഇന്നും പറയാൻ പറ്റുന്ന അത്രയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ അതായത് 600-650 റുപ്യേൻ്റെ മേലക്കൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ പിന്നെ വരാം. നാളെ വീഡിയോ ഉണ്ടാവാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല. ഒന്നിലേറെ നാളത്തെ പരിപാടി ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യില്ല. ഓക്കെ, ബൈ.